നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. 1945 ഓഗസ്റ്റ് 18 ഇംപീരിയൽ ജാപ്പനീസ് ക്വാണ്ടുങ് ആർമിയിലെ ലഫ്റ്റനന്റ് ജനറൽ സുനമാസ ഷിഡെയും സംഘവുമായി തായ്വാനിലെ തെയ്ഹോക്കുവിൽ നിന്ന് മിത്സുബിഷി 21 എന്ന ബോംബർ വിമാനം പറന്നുയർന്നു. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ എഞ്ചിന് തകരാറുള്ളതായി സംശയിച്ചിരുന്നു. പക്ഷേ അധികൃതർ അതത്ര കാര്യമാക്കിയില്ല. എന്നാൽ പറന്നുയർന്ന് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അത് തകർന്നു വീഴുകയും ചെയ്തു. വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റ്, കോ പൈലറ്റ്, സുനമാസ എന്നിവർ തൽക്ഷണം കൊല്ലപ്പെട്ടു. ആളിക്കത്തുന്ന ബോംബറിൽ നിന്ന് പെട്രോളിൽ കുളിച്ച് ഒരു മനുഷ്യൻ അവശനായി പുറത്തുവരുന്നു. തീഗോളങ്ങൾക്കിടയിലൂടെ പുറത്തുവന്ന അയാൾ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തീജ്വാലയായി മാറുകയും ചെയ്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മരിക്കാത്ത പോരാളി നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു അത്. ഗുരുതരമായി പൊള്ളലേറ്റ നേതാജിയെ തെയ്ഹോക്കുവിലെ നൻമോൻ മിലിറ്ററി ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിലെ ചീഫ് സർജനായിരുന്ന ഡോക്ടർ തനേയോഷി യോഷിമിയുടെ നേതൃത്വത്തിൽ 6 മണിക്കൂറോളം വിദഗ്ധ ചികിത്സ നൽകി. കോമയിലേക്ക് പോയ നേതാജി പക്ഷേ ഓഗസ്റ്റ് 18 രാത്രി 9-നും 10-നും ഇടയിൽ മരണത്തിന് കീഴടങ്ങി. നേതാജിക്കൊപ്പം ബോംബർ ഫ്ലൈറ്റിൽ ഒപ്പമുണ്ടായിരുന്ന സഹായി കേണൽ ഹബീബുർ റഹ്മാൻ മാത്രമാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. വിമാനാപകടം നടന്ന 2 ദിവസങ്ങൾക്കു ശേഷം ഓഗസ്റ്റ് 20 സുഭാഷ് ചന്ദ്രബോസിന്റെ മൃതദേഹം തായ് ഹോക്കു ശ്മശാനത്തിൽ സംസ്കരിച്ചതായാണ് രേഖകൾ. ജാപ്പനീസ് ന്യൂസ് ഏജൻസിയായ ഡോമി ബോസിന്റെയും ഷിഡെയുടെയും മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. സെപ്റ്റംബർ 7-ന് ജാപ്പനീസ് ഉദ്യോഗസ്ഥനായ ലഫ്റ്റനന്റ് ടാറ്റ്സുവോ ഹയാഷിദ ബോസിന്റെ ചിതാഭസ്മം ടോക്കിയോയിലേക്ക് കൊണ്ടുപോയി. പിറ്റേന്ന് രാവിലെ അത് ടോക്കിയോ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന്റെ പ്രസിഡന്റ് രാമമൂർത്തിക്ക് കൈമാറി. സെപ്റ്റംബർ 14-ന് ടോക്കിയോവിൽ ബോസിനായി ഒരു അനുസ്മരണ ചടങ്ങ് നടന്നിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ചിതാഭസ്മം ടോക്കിയോയിലെ റെങ്കോജി ക്ഷേത്രത്തിലെ ബുദ്ധ പുരോഹിതന് ചിതാഭസ്മം സമർപ്പിച്ചു. അന്നു മുതൽ അത് അവിടെ തുടരുന്നു. ഇത്രയുമാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ മരണത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക വിശദീകരണം. ഇത് പക്ഷേ ആരും തന്നെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കഥ. കാരണം ഇങ്ങനെ ഒന്നും തന്നെയാണ് സംഭവിച്ചത് എന്ന് വിശ്വസിക്കുന്നവർ വളരെ ചുരുക്കമാണ്. നേതാജി അന്ന് മരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അന്ന് ആ ഫ്ലൈറ്റിൽ ബോംബർ വിമാനത്തിൽ നേതാജി കയറിയിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. കാരണം അന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, കയറുമ്പോൾ തന്നെ വിമാനത്തിന് തകരാറുണ്ടായിരുന്നതായി ഒരു കണ്ടുപിടുത്തമുണ്ടായിരുന്നു. പക്ഷേ അതാരും അത്ര ഗൗനിച്ചില്ല എന്ന് പറയുന്നു. അതൊരു അപകട സാധ്യതയാണോ എന്ന് മുൻകൂട്ടി സുഭാഷ് ചന്ദ്രബോസിനെ വധിക്കാനുള്ള ഒരു മുൻ ഒരുക്കമാണോ ഇത് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് സുഭാഷ് ചന്ദ്രബോസിന് വിവരം ലഭിച്ചു എന്നും അദ്ദേഹം അന്ന് ആ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല എന്നുമാണ് ഇപ്പോൾ അറിയുന്ന മറ്റു വിവരങ്ങൾ. ഇന്ത്യയിലുള്ള സുഭാഷ് ചന്ദ്രബോസിന്റെ അനുയായികളിൽ പലരും, പ്രത്യേകിച്ച് ബംഗാളിലുള്ളവർ, അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചുള്ള വിശദീകരണം വിശ്വസിക്കാനേ കൂട്ടാക്കിയിട്ടില്ല ഇതുവരെ. ഫലമായി അദ്ദേഹത്തിന്റെ മരണം റിപ്പോർട്ട് ചെയ്ത മണിക്കൂറുകൾക്കുള്ളിൽ പല സിദ്ധാന്തങ്ങളും വന്നു. അത് ഇപ്പോഴും തുടർന്നുകൊണ്ടും ഇരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഗുംനാമി ബാബയും നേതാജി സുഭാഷ് ചന്ദ്രബോസും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഇവർ രണ്ടുപേരും ഒരാൾ തന്നെ ആയിരുന്നോ എന്നതാണ് ഒരു സംശയമുള്ളത്. 1945 ഓഗസ്റ്റ് 18-ന് നേതാജി വിമാനാപകടത്തിൽ മരിച്ചു എന്ന് പൊതുവെ കരുതപ്പെടുമ്പോൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ പിടിയിൽ പെടാതിരിക്കാൻ ഒളിവിൽ പോയി എന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട്. സുഭാഷ് ചന്ദ്രബോസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളും സംശയങ്ങളും വ്യാപകമായി ഉയർന്നതോടെ പല അന്വേഷണങ്ങളും നടന്നിരുന്നു. അപകടത്തെക്കുറിച്ച് നെഹ്റുവിന്റെ ഭരണകാലത്ത് ഷാനവാസ് കമ്മീഷൻ, ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ഗോസ്ലോ കമ്മീഷൻ എന്നിവരെല്ലാം അന്വേഷിച്ചു. ഇവരെല്ലാം കണ്ടെത്തിയത് സുഭാഷ് ചന്ദ്രബോസ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ്. എന്നാൽ മൊറാർജി ദേശായിയുടെ കാലത്ത് ഈ 2 റിപ്പോർട്ടുകളും തള്ളിക്കളഞ്ഞു. കാരണം പാർലമെന്റ് അംഗങ്ങളുടെയും പൊതുജനങ്ങളുടെയും പ്രതിഷേധമായിരുന്നു കാരണം. 1999-ൽ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് നിലവിൽ വന്ന മുഖർജി കമ്മീഷൻ കണ്ടെത്തലുകൾ മുൻ നിലപാടുകളിൽ നിന്നെല്ലാം വിഭിന്നമായിരുന്നു. 1945-ൽ അങ്ങനെയൊരു വിമാനാപകടം ഉണ്ടായിട്ടേ ഇല്ല എന്നും സുഭാഷ് ചന്ദ്രബോസ് മരണപ്പെട്ടിട്ടില്ല എന്നുമായിരുന്നു കണ്ടെത്തൽ. ബോസിന്റേത് ഗവൺമെന്റ് അവകാശപ്പെടുന്ന റെങ്കോജി ക്ഷേത്രത്തിലെ ചിതാഭസ്മം അദ്ദേഹത്തിൻ്റേത് അല്ല എന്നും കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. അദ്ദേഹം റഷ്യയിലേക്ക് കടന്നിരിക്കാം എന്നാണ് മുഖർജി കമ്മീഷന്റെ കണ്ടെത്തൽ. വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ഈ റിപ്പോർട്ട് പക്ഷേ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇതിനിടയിൽ പല കഥകളും സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പ്രചരിച്ചു. അതിൽ ഏറ്റവും കൗതുകമുണ്ടാക്കിയത് ഗുംനാമി ബാബ എന്ന അപരനാമധേയത്തിൽ ഉത്തർപ്രദേശിലെ ഫൈസലാബാദിൽ അദ്ദേഹം ജീവിച്ചിരുന്നു എന്ന കഥയാണ്. 1985-ലാണ് സന്യാസിയായിരുന്ന ഗുംനാമി ബാബ മരിക്കുന്നത്.
നേതാജിയുമായുള്ള രൂപസാദൃശ്യവും ദുരൂഹമായ ജീവിത രീതികളുമാണ് സംശയങ്ങൾക്ക് ബലം കൂട്ടിയത്. ശിഷ്യന്മാർ ഭഗവാൻജി എന്ന് വിളിച്ചിരുന്ന ഗുംനാമി ബാബയുടെ ജീവിതം വളരെയധികം രഹസ്യാത്മകമായിരുന്നു. മരണശേഷം ഇദ്ദേഹത്തിന്റെ വസ്തുക്കൾ അടങ്ങുന്ന 25 മരപ്പെട്ടികൾ ഫൈസാബാദ് ജില്ലാ ട്രഷറിയിലായിരുന്നു സൂക്ഷിച്ചിരുന്നത്. സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ് ഗുംനാമി ബാബ എന്ന വാദങ്ങൾ ബലപ്പെട്ടതോടെ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ ഏകാംഗ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ഫൈസാബാദ് ജില്ലാ ട്രഷറിയിലെ അദ്ദേഹത്തിന്റെ പെട്ടികളിൽ നിന്നും നേതാജിയുടെ കുടുംബ ചിത്രങ്ങളും നേതാജി ഉപയോഗിച്ചതായി കരുതപ്പെടുന്ന ചില വസ്തുക്കളും കണ്ടെത്തിയതോടെയാണ് ഈ വാദങ്ങൾക്ക് ബലം കൂടുന്നത്. നേതാജിയുടെ മാതാപിതാക്കളുടെ ചിത്രങ്ങൾ, അദ്ദേഹം ഉപയോഗിച്ചിരുന്നതിന് വളരെ സമാനമായിട്ടുള്ള വട്ടക്കണ്ണട, അതുപോലെ വാച്ച്, ഇതുമാത്രമല്ല ബ്രിട്ടീഷ് നിർമ്മിത ടൈപ്പ്റൈറ്റർ, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മൻ സൈനികർ ഉപയോഗിച്ചിരുന്ന ഒരു ബൈനോക്കുലർ എന്നിവയും ബാബയുടെ പെട്ടിയിൽ നിന്ന് കണ്ടെത്തി. ഒരു സന്യാസിക്ക് എന്തിനാണ് സൈനികർ ഉപയോഗിക്കുന്ന ബൈനോക്കുലർ എന്നത് സ്വാഭാവികമായും സംശയം തോന്നാം. ഇത് മാത്രമായിരുന്നില്ല സൂചനകൾ. ബാബ ജീവിച്ചിരുന്ന കാലത്ത് നേതാജിയുടെ കുടുംബത്തിൽ നിന്നുള്ള ചിലർ അദ്ദേഹത്തെ ഇടയ്ക്കിടെ സന്ദർശിച്ചിരുന്നതായി രേഖകളുണ്ട്. ഇത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ മുൻ INA ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനായിരുന്ന പബിത്ര മോഹൻ റോയ്, സുനിൽകാന്ത് ഗുപ്ത എന്നിവർ ബാബയ്ക്ക് അയച്ച ടെലഗ്രാമുകളും പെട്ടിയിൽ നിന്ന് ലഭിച്ചു. ഇംഗ്ലീഷ്, ഹിന്ദി, ബംഗാളി ഭാഷകളിലുള്ള പുസ്തകങ്ങളുടെ ഒരു വലിയ ശേഖരം, നിരവധി ഇന്ത്യൻ വിദേശ മാസികകൾ, പത്രങ്ങൾ, പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ ദേശീയ നേതാക്കളുടെ കത്തുകൾ, ഭൂപടങ്ങൾ, ചില ഇന്ത്യൻ നാഷണൽ ആർമി സ്മരണികകൾ ഇവയെല്ലാം തന്നെ ഇദ്ദേഹത്തിന്റെ ഗുംനാമി ബാബയുടെ പെട്ടിയിൽ നിന്ന് കണ്ടെത്തി. അതുകൊണ്ട് തന്നെ ഗുംനാമി ബാബ തന്നെയാണ് സുഭാഷ് ചന്ദ്രബോസ് എന്നുള്ള ഒരു അഭ്യൂഹത്തിലേക്ക് എത്തുകയാണ് ചെയ്തത്. സംശയങ്ങൾ ഇത്രയൊക്കെ ബലപ്പെട്ടതോടെ ഗുംനാമി ബാബ തന്നെയാണോ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയാൻ ശാസ്ത്രീയമായ പരിശോധനകളും നടന്നു. കൊൽക്കത്തയിലെ ഫോറൻസിക് ലാബിൽ ഗുംനാമി ബാബയുടെ പല്ലിന്റെ DNA-യും നേതാജിയുടെ പിന്മുറക്കാരുടെ പല്ലിന്റെ ജനിതക DNA-യും പരിശോധിച്ചു. പക്ഷേ ഫലം നെഗറ്റീവ് ആണ് എന്നാണ് പുറത്തറിഞ്ഞത്. DNA-യുടെ പരിശോധനയുടെ റിപ്പോർട്ട് ലഭ്യമല്ല എന്ന് സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി അറിയിച്ചതായും റിപ്പോർട്ടുണ്ട്. ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല എന്ന് പറയുന്നു. DNA ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ നേതാജിയുടെ മരണത്തെക്കുറിച്ചുള്ള ദുരൂഹതയെക്കുറിച്ച് അന്വേഷിച്ചിരുന്ന ജസ്റ്റിസ് MK മുഖർജി കമ്മീഷൻ നേതാജിയും ഗുംനാമി ബാബയും 2 വ്യക്തികളാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് എത്തിച്ചേർന്നത്. വിഷ്ണു സഹായ് കമ്മീഷൻ കണ്ടെത്തിയതും ഇതുതന്നെയായിരുന്നു. പക്ഷേ ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രം നടത്തിയ അന്വേഷണത്തിൽ ഗുംനാമി ബാബ സുഭാഷ് ചന്ദ്രബോസ് തന്നെയായിരുന്നു എന്ന് അനുമാനിക്കത്തക്ക തെളിവുകൾ ലഭിച്ചു എന്ന് പറയുന്നു. കയ്യക്ഷര വിദഗ്ധനായ ഡോക്ടർ B. ലാൽ നടത്തിയ പരിശോധനയിൽ സന്യാസിയുടെയും ബോസിന്റെയും കയ്യക്ഷരം ഒന്നുതന്നെയാണെന്നും തെളിഞ്ഞിരുന്നു. ഫൈസാബാദ് ജില്ലാ ട്രഷറിയിൽ സൂക്ഷിച്ചിരുന്ന ഗുംനാമി ബാബയുടെ പെട്ടികൾ കുറച്ചുകാലം മുൻപ് തുറന്നു നടത്തിയ പരിശോധനയിൽ നേതാജിയുടെ കുടുംബ ചിത്രങ്ങൾ കണ്ടെത്തിയതോടെയാണ് നിഗൂഢത പിന്നെയും വർദ്ധിച്ചത്. നേതാജിയുടെ മാതാപിതാക്കളുടെ ചിത്രങ്ങളും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. 1985 സെപ്റ്റംബർ 16 മരിച്ച ഗുംനാമി ബാബയുടെ മൃതദേഹം സംസ്കരിക്കുന്നത് 2 ദിവസത്തിന് ശേഷമാണ്. അതിശയം എന്തെന്നാൽ അദ്ദേഹത്തിന്റെ മരണ സർട്ടിഫിക്കറ്റോ മറ്റു രേഖകളോ ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ആ ദിവസം അങ്ങനെ ഒരാൾ മരിച്ചതിന് ഔദ്യോഗിക രേഖകളൊന്നിലും നിലവിലില്ല എന്നതാണ്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്. അതിലെ ഒരു രേഖയിൽ പറയുന്നത് 1963 പശ്ചിമ ബംഗാളിലെ ഷാലുമാറി ആശ്രമത്തിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജീവിച്ചിരുന്നു എന്ന് നെഹ്റു സർക്കാർ സംശയിച്ചിരുന്നതായാണ്. ആശ്രമത്തിലെ അന്തേവാസി KK ഭണ്ഡാരി നേതാജി ആണോ എന്ന് സർക്കാർ സംശയിച്ചിരുന്നു എന്നാണ് രേഖകളിൽ പറയുന്നത്. അപ്പോൾ മറ്റൊരു സന്യാസി കൂടി രംഗത്തേക്ക് വരുന്നു. വിമാനാപകടത്തിൽ സുഭാഷ് ചന്ദ്രബോസ് കൊല്ലപ്പെട്ടിട്ടില്ല എന്ന മുഖർജി കമ്മീഷന്റെ റിപ്പോർട്ടിന് പിന്നാലെ വെളിപ്പെടുത്തലെന്നോ ആരോപണമെന്നോ വിശേഷിപ്പിക്കാവുന്ന മറ്റൊന്നുകൂടി സംഭവിച്ചിരുന്നു. വിമാനാപകടത്തിൽ മരിച്ചു എന്ന വ്യാജ കഥ പ്രചരിപ്പിച്ച് നേതാജി റഷ്യൻ അധീനതയിലായിരുന്ന ചൈനയിലെ മഞ്ചൂരിയയിലേക്ക് രക്ഷപ്പെട്ടുവെന്നും സ്റ്റാലിൻ അദ്ദേഹത്തെ സൈബീരിയയിലെ യാകുൽസുക് ജയിലിൽ അടച്ച് 1953 തൂക്കിലേറ്റുകയോ ശ്വാസം മുട്ടിച്ചോ കൊന്നു എന്ന് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ വെളിപ്പെടുത്തലായിരുന്നു അത്. അപ്പോൾ എന്താണ് യഥാർത്ഥ സത്യം നടന്നത് എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. ഈ ഒരു സ്വാമിജി മറ്റ് ഏതെങ്കിലും സ്വാമിമാരുടെ വേഷത്തിൽ ജീവിച്ചിരുന്നുവോ, അതോ ജയിലിൽ അടയ്ക്കപ്പെട്ടുവോ, അതോ റഷ്യയിലേക്ക് തന്നെ കടന്നുപോയോ എന്നതിനെക്കുറിച്ച് ഒന്നും തന്നെ വ്യക്തമായ ഒരു അറിവ് ഇപ്പോഴുമില്ല. എന്തായാലും ഇപ്പോൾ നിയമപ്രകാരം പറയുകയാണെങ്കിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ 80ാം ചരമദിനമാണ്. കൂടുതൽ ചരിത്ര കഥകളുമായി സത്യങ്ങളുമായി വീണ്ടും വരാം. ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യും.